വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. ശിക്ഷാവിധി ഇളവ് ചെയ്ത ഗുജറാത്ത് സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വിട്ടയക്കാൻ സർക്കാരിന് അവകാശമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. 11 പ്രതികളും തിരികെ ജയിലിലേക്ക് മടങ്ങണം. മുറിവേൽപ്പിച്ചു മനുഷ്യരെ ഉയിർപ്പിക്കാനാവില്ലെന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധിവാചകം ഉദ്ധരിച്ചാണ് ജസ്റ്റിസ് BN നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഈ ഉത്തരവിന്റെ മുഴുവൻ വിവരങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്? ഒരു അസാധാരണ സ്വഭാവത്തിലുള്ള കേസാണല്ലോ ഇത്. ആ നിലയ്ക്ക് കോടതിയുടെ പരാമർശങ്ങൾ ഉത്തരവിൽ എന്തൊക്കെയാണുള്ളത്? കോടതി ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഈ മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കാനാണ് 1992 നിയമം രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ ആ നിയമത്തിൽ തന്നെ ഈ ബലാത്സംഗം അടക്കമുള്ള ഹീനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഭാഗമായിട്ടുള്ളവർക്ക് ഇളവ് നൽകാനായിട്ടുള്ള വ്യവസ്ഥയില്ല. ഈ 1992 മാനസിക പരിവർത്തനമുണ്ടായ കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് അനുവദിക്കുന്ന നിയമം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഗുജറാത്ത് സർക്കാർ പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് പ്രഥമ ദൃഷ്ട്യാ അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നതല്ല. രണ്ടാമത്തത്, ഈ കേസ് നടന്നു എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. പക്ഷേ ഈ കേസിന് അനുബന്ധമായിട്ട് വിചാരണ അടക്കമുള്ള നടപടികൾ പൂർത്തിയായത് ഇവിടെയല്ല, അത് മഹാരാഷ്ട്രയിലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിന്റെ ഉചിത സർക്കാർ ആരാണ് എന്നതിനെ സംബന്ധിച്ച് വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവക്ഷ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഉചിത സർക്കാർ എന്നുള്ളത് മഹാരാഷ്ട്ര സർക്കാരാണ് അതിന്റെ ഒരു പരിധിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് അഥവാ റിമിഷൻ ഉത്തരവ് രൂപീകരിക്കാനായിട്ട് ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല. അതിനുള്ള അധികാരം മഹാരാഷ്ട്ര സർക്കാരിനാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടായി. അത് 2020 ഒരു പ്രതിക്ക് അനുകൂലമാകുന്ന വിധത്തിൽ സുപ്രീം കോടതിയിലടക്കം ഉത്തരവ് നേടാൻ ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗുജറാത്ത് ഹൈക്കോടതിയെ പല തവണ തെറ്റിദ്ധരിപ്പിച്ചത് അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ഇതെല്ലാം പ്രതികൾക്ക് വേണ്ടി അനുകൂലമാകുന്ന വിധത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി പ്രതികൾക്ക് വേണ്ടി അനുകൂലമാകുന്ന രീതിയിൽ ഗുജറാത്ത് സർക്കാർ ഹൈക്കോടതിയിലടക്കം ഇടപെട്ടതിന്റെ തെളിവാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി എന്ന രീതിയിൽ ഈ ഉത്തരവ് റദ്ദാക്കുകയാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അധികാര ദുർവിനിയോഗമാണ്. മഹാരാഷ്ട്ര സർക്കാരിന്റെ അധികാരം അത് ഗുജറാത്ത് സർക്കാർ ഉപയോഗിച്ചു. ഇല്ലാത്ത അധികാരമാണ് ഗുജറാത്ത് സർക്കാർ ഉപയോഗിച്ചത് എന്നതടക്കം അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിനാണ് അധികാരം എന്നതിനപ്പുറത്തേക്ക് ഇത്തരമൊരു കേസിൽ ഈ പ്രതികൾക്ക് ഇളവ് നൽകുന്നതിൻ്റെ മാനദണ്ഡം, അതിലെ നിയമവിരുദ്ധമായ ഇടപെടൽ, അതൊക്കെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സാങ്കേതിക വാദത്തിനപ്പുറത്തേക്ക് ഇതിൽ പ്രതികൾക്ക് വിധിച്ച ശിക്ഷ അവർ അനുഭവിച്ചു തീരാതെ പുറത്തിറങ്ങുന്നതിൻ്റെ സാങ്കത്യമായിരുന്നുവല്ലോ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. അത് അപ്പാടെ തന്നെ കോടതി അനുവദിച്ചിട്ടുണ്ടല്ലോ, അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടുമാണ് വിജയൻ. ഇതില് ഈ ഇരയ്ക്കുണ്ടായ മാനസികമായിട്ടുള്ള ആഘാതം, ആ ആഘാതത്തിനെ പരിഗണിക്കണം എന്നത് കോടതി ശരിവെക്കുന്നു. എന്നാൽ മുൻവിധിയോടുകൂടിയല്ല ഒരു ശിക്ഷാവിധിയും കോടതി സമീപിക്കുന്നത് എന്നതും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കോടതി പറയുന്നത് പ്ലേറ്റോയുടെ ഉദ്ധരണിയാണ് പറയുന്നത്. ശിക്ഷ എന്നുള്ളത് ഒരു മരുന്നാണ് എന്നുള്ള ഉദ്ധരണി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം നിരീക്ഷിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുൻവിധി ആരോടും അല്ലെങ്കിൽ ഒരു കുറ്റവാളിയോടും മാനസിക പരിവർത്തനം ഉണ്ടായാൽ സുപ്രീം കോടതിക്ക് ഇല്ല. അങ്ങനെയുള്ളവർ മോചനം നേടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉദാരമായിട്ടുള്ള സമീപനമാണ് പല ഘട്ടങ്ങളിലും കോടതി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മാനസിക പരിവർത്തനം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ബോധ്യപ്പെടൽ ഉണ്ടാകേണ്ട ആദ്യത്തെ അധികാരസ്ഥാനം എന്നുള്ളത് ഈ ശിക്ഷ വിധിച്ച വിചാരണ കോടതിയാണ്. ആ വിചാരണ കോടതി മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ കോടതിയെ ഇത് അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. ഗോദ്രയിലെ കോടതിയുടെ അഭിപ്രായം തേടിയിരുന്നു എന്നാണ്
പറഞ്ഞത് അങ്ങനെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അത് ഗോദ്രയിലെ കോടതിക്ക് ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ അത് പൂർണ്ണമായിട്ടും നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ വീഴ്ചയും വലിയ ഈ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടും ഈ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. യെസ്, വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങളൊക്കെ ഈ ജഡ്ജ്മെന്റിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി. ജസ്റ്റിസ് BN നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിൻ്റെതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഉത്തരവ്. അതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളാകെ ഗുജറാത്ത് സർക്കാരിനെതിരെ BJPക്കെതിരെ ഈ മണിക്കൂറിൽ രംഗത്ത് വരുന്നുമുണ്ട്. R. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും മന്ത്രിമാർക്കും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പരാതിക്കാരനായ RS ശശികുമാർ ഫയൽ ചെയ്ത റിട്ട് ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഹൈക്കോടതി ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നതിനപ്പുറത്ത് എന്തെങ്കിലും നിരീക്ഷണം ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലുണ്ടായോ? സാങ്കേതികമായ നടപടി മാത്രമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു ഹർജി എത്തുന്നു, അത് ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു, അതിൽ എതിർകക്ഷികളായ ആളുകൾക്ക് നോട്ടീസ് അയക്കുന്നു. അതൊരു സാങ്കേതിക നടപടിയാണ്. അക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നോട്ടീസ് അയച്ചിട്ടുള്ള ആളുകൾ ഇപ്രകാരമാണ്: മുഖ്യമന്ത്രിയുണ്ട്, അതോടൊപ്പം 17 മന്ത്രിമാരുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്, ലോകായുക്ത രജിസ്ട്രാറുണ്ട്. ഇത്രയും പേർക്ക് നിലവിലിപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ പ്രധാനമായും ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ലോകായുക്തയുടെ ഉത്തരവ് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. നേരത്തെ ഈ CMDRFുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി ലോകായുക്ത തള്ളിയിരുന്നു. ആ വിഷയത്തിൽ ലോകായുക്തയുടെ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, തൻ്റെ പരാതി നിലനിൽക്കില്ല എന്ന് ലോകായുക്ത ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നും ഹർജിക്കാരൻ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് RS ശശികുമാറിൻ്റെ പ്രധാനപ്പെട്ട പരാതി. പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. വിശദമായ വാദങ്ങൾക്കും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും മന്ത്രിമാർക്കുമാണ് ഹർജിയിൽ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. RS ശശികുമാർ പരാതിക്കാരൻ തന്നെയാണ് ഇതിൽ റിട്ട് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. മറ്റു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര തർക്കം മുറുകുന്നു. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിന് മറുപടിയായി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. മാലദ്വീപിലേക്കുള്ള ബുക്കിംഗുകൾ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ റദ്ദാക്കി. വിവാദങ്ങൾക്കിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇന്ത്യ മാലദ്വീപ് ഒരു നയതന്ത്ര യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇന്ത്യ മാലദ്വീപിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. മാലദ്വീപ് അതിന് മറുപടിയായി ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിപ്പിക്കുന്നു. ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലദ്വീപിലെ മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ബോയ്ക്കോട്ട് മാലദ്വീപ് എന്ന പ്രചരണം വരെ നടന്നിരുന്നു. ഇതോടെ സാമ്പത്തിക മേഖലയെ പോലും ബാധിക്കും എന്ന് കണ്ട മാലദ്വീപ് ഇത് പരിഹാര നടപടികളുടെ ഭാഗമായി 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവാദ പരാമർശങ്ങൾ നടത്തിയ 3 മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇത് ഔദ്യോഗികമായി അറിയിക്കാൻ മാലദ്വീപ് തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്ന് തന്നെ എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയും ഇന്ത്യയിലെ മാലദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ എന്നാൽ ഒരു പ്രതികാര നടപടി എന്നതിന് തുല്യമായി മാലദ്വീപിലുള്ള ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്.
ഇതോടുകൂടിയാണ് നയതന്ത്ര ബന്ധം, ഒരു നയതന്ത്ര ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ബുക്കിംഗുകൾ ഇന്ത്യൻ കമ്പനികൾ റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പല കമ്പനികളും അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ തന്നെ ഏതാണ്ട് 8,000 ഹോട്ടൽ ബുക്കിംഗുകളും 2,500 ഫ്ലൈറ്റ് ബുക്കിംഗുകളും ഇന്ത്യൻ വിനോദസഞ്ചാരികൾ റദ്ദാക്കിയിരിക്കുന്നു. മാലദ്വീപിനെ സാമ്പത്തികമായി ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം മാലദ്വീപിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് സാഹചര്യം. എന്നാൽ ഈ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലവിലെ മാലദ്വീപ് പ്രസിഡന്റ് ഇപ്പോൾ ചൈനീസ് സന്ദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മുൻ നിശ്ചയിച്ച ഒരു സന്ദർശനമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന അടക്കമുള്ള നടപടികളുണ്ട്. ചൈനയോട് അടുക്കുകയും ഇന്ത്യയോട് അകലുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് നിലവിൽ മാലദ്വീപിലേത് എന്നുള്ളതും ഈ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. എന്തായാലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു നയതന്ത്ര സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിജയകുമാർ. യെസ്, ഈ വിവാദങ്ങൾക്കിടെയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോകുന്നത്. മാലദ്വീപിൽ പുതിയ പ്രസിഡന്റുമാർ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം എത്തുക എന്ന കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് മുഹമ്മദ് മൊയ്സു ചൈനയിലേക്ക് പോകുന്നത്. ചൈന പക്ഷ നിലപാടുകൾ നേരത്തെ തന്നെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാണ്. ഈ സമൂഹ മാധ്യമ ക്യാമ്പയിനുകളൊക്കെ ഈ വിഷയത്തിൽ ഇന്ത്യയിൽ സജീവമാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ട്രാവൽ ഏജൻസികൾ അവിടേക്കുള്ള യാത്ര അതിൻ്റെ ടിക്കറ്റുകളൊക്കെ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു നയതന്ത്ര യുദ്ധം എന്നതിനപ്പുറത്തേക്ക് കുറെ കൂടി സങ്കീർണമാകുന്നുണ്ട് ഇന്ത്യ മാലദ്വീപ് ബന്ധം എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള സ്തുതിഗാനത്തെ തള്ളാതെ LDF കൺവീനർ EP ജയരാജൻ. ഒരാളെ ജനം വല്ലാതെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെക്കുറിച്ച് പാട്ടും സിനിമയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ P ജയരാജൻ വിഷയത്തിൽ പാർട്ടി ശാസിച്ചത് പഴയ ചരിത്രമാണെന്നും അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. മനുഷ്യരിൽ പൊതുനിലകളെ കാണുമ്പോൾ കൂടുതൽ താല്പര്യങ്ങളോ സ്നേഹമോ ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കവിത എഴുതും, പാട്ട് പാടും, നാടകമുണ്ടാക്കും, സിനിമയുണ്ടാക്കും. അതെല്ലാം ഓരോരോ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒരു സമീപനത്തിൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ ആ പ്രശ്നങ്ങൾ കണ്ടാൽ മതി. തനേഷ് തമ്പി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. തനേഷ്, ഈ വിഷയത്തിൽ ഇതാദ്യമായാണ് ഒരു CPM നേതാവിൻ്റെ ഒരു പരസ്യ പ്രതികരണം, അതൊരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇത്തരം സമീപനങ്ങൾ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് എന്നത് നേരത്തെ തന്നെ P ജയരാജൻ്റെ വ്യക്തിപൂജ വിവാദമൊക്കെ വന്ന സമയത്ത് അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അത് തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയല്ല, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന ഒരു ന്യായീകരണമാണ് EP ജയരാജനിൽ നിന്നുണ്ടാകുന്നത്. ഇത് ഒരു പാർട്ടിയുടെ നിലപാട് തന്നെയായി കാണാം അല്ലേ? അതായത് ഇത്തരം ഇപ്പോൾ തിരുവാതിര വരുന്നു, ആ സമയത്ത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു. ഇവിടെ ചില ആൽബങ്ങൾ വരുന്നു, അവിടെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെറ്റല്ല, അത് പാർട്ടി വിരുദ്ധമല്ല, അല്ലെങ്കിൽ അതിൽ വിമർശനാത്മകമായി ഒന്നുമില്ല എന്നത് ഒരു നിലപാടായി ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അതാണോ EP ജയരാജൻ പറയുന്നത്? വിജയകുമാർ, CPIM-ന്റെ മുൻ നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ വഴിമാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ EP ജയരാജൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. കാരണം മുൻപ് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പൂജാ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലം മുതൽ തന്നെ നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംസ്ഥാന സമിതി യോഗത്തിൽ 2005-ൽ VS അച്യുതാനന്ദനെ സംസ്ഥാന സമിതി അംഗം വിശേഷിപ്പിച്ചത് ബിംബം പേറുന്ന കഴുത എന്നുള്ളതായിരുന്നു. അതായത് ബിംബം ചുമക്കുന്ന കഴുത എന്നുള്ള അർത്ഥത്തിലാണ് VS-നെ അന്ന് വിശേഷിപ്പിച്ചത്. അതിനുശേഷം VS-ന് അനുകൂലമായി വരുന്ന പോസ്റ്ററുകൾ, ബാനറുകൾ, അതുപോലെ തന്നെ വലിയ ഫ്ലക്സുകൾ, അതിനൊക്കെ എതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മുൻപൊരിക്കൽ മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ ഫ്ലക്സ് തന്നെ തൻ്റെ ഫ്ലക്സ് അങ്ങനെ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു നേതാവാണ് പിണറായി വിജയൻ. എന്നാൽ കാലം മാറുമ്പോൾ ശീലവും മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കാണാൻ. ഇതിനിടയിലാണ് P ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നത്. അന്ന് P ജയരാജന് അനുകൂലമായി വന്ന ആൽബങ്ങൾ, പോസ്റ്ററുകൾ, പ്രചരണങ്ങളൊക്കെ CPI
CPIM തള്ളിക്കളഞ്ഞു. അക്കാര്യത്തിൽ ജാഗ്രത കാണിച്ചില്ല എന്നതിൻ്റെ പേരിൽ പി ജയരാജനെ ശാസിക്കുന്ന ഒരു സമീപനം കൂടി CPIM സംസ്ഥാന സമിതി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായ ഒരു ആൽബം വരുമ്പോൾ അത് പാർട്ടിക്കകത്ത് നിന്നല്ല എന്നുള്ള ഒരു വാദം പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത്തരത്തിൽ ഒരു കാര്യം വരുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ CPIM തയ്യാറാകുന്നില്ല. അവിടെ തങ്ങൾ മുൻപെടുത്ത നിലപാടുകൾ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ അത് സ്വാഭാവികമാണ്. അത് മനുഷ്യരാകുമ്പോൾ അത്തരത്തിലുള്ള ആരാധനകളൊക്കെ ഉണ്ടാകാം. അത് കവിതയായും സിനിമയായും ആൽബങ്ങളായും ഒക്കെ പുറത്തു വരാം എന്നുള്ള അതിനെ വളരെ ലളിതവൽക്കരിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. അതായത് വ്യക്തിപൂജ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന നിലയിലേക്ക് CPIMന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരുപക്ഷെ പാർട്ടിയുടെ നിലപാട് തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി അല്ലെങ്കിൽ അപശബ്ദം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധം ആ ഒരു വിഷയത്തെ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുക. നേരത്തെ CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ നിരവധി വിമർശനങ്ങൾ നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്ക് പോലും സാധ്യതയില്ലാത്ത വിധം ആ വിഷയത്തെ ലളിതവൽക്കരിച്ചിരിക്കുന്നു. അത് വളരെ സ്വാഭാവികമാണ് എന്ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പോസ്റ്ററുകൾ, തൻ്റെ പടം വെച്ചിട്ടുള്ള പോസ്റ്ററുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും, ഈ വിഷയത്തെ എങ്ങനെ കാണും എന്നുള്ളതാണ് പ്രധാനം. എന്നാലും CPIM ഒരു നയംമാറ്റം ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. യെസ്, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഈ വിഷയത്തിൽ ഇത്തരം കേസുകളിൽ, അതായത് ഇത്തരം വിവാദങ്ങളിൽ പി ജയരാജൻ അടക്കമുള്ളവർക്ക് എതിരെ പാർട്ടിയുടെ നടപടി ശാസനയടക്കം ഉണ്ടായിരുന്നു. അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല, അത് ചരിത്രമാണ് എന്നാണ്. ഇപ്പോൾ അത്തരം ചർച്ചകളുടെ ആവശ്യമില്ല എന്നാണ് അത്തരം ചോദ്യങ്ങളോട് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ ഇന്ന് പ്രതികരിച്ചത്. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മാങ്കുളത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രദേശവാസിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം. തരുൺ തങ്കപ്പനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടി റദ്ദ് ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. നാട്ടുകാരെ മർദ്ദിച്ച DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചില തുടർ നടപടികൾ കൂടി ഉണ്ടാകുന്നു. എന്താണ് നാട്ടുകാർ പറയുന്നത്? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വിജയകുമാർ, അവിടെയുള്ളൊരു വാച്ച് ടവറിനെ ചൊല്ലിയാണ് വനം വകുപ്പും പ്രദേശവാസികളും തമ്മിൽ തർക്കമുണ്ടായത്. വനം വകുപ്പ് പറയുന്നത് വാച്ച് ടവർ ഇരിക്കുന്ന വനഭൂമിയിലാണ്, പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്ത് ഭൂമിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടത് ഒഴിപ്പിക്കാൻ വനം വകുപ്പ് എത്തിയപ്പോൾ തർക്കമുണ്ടാവുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. ആ സംഘർഷത്തിലാണ് ഈ പ്രദേശവാസികൾക്കെതിരെയും അതോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസ് കേസെടുത്തത്. പക്ഷേ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു. ഈ പ്രദേശവാസികൾക്കെതിരെ എടുത്ത കേസിൽ മാത്രമാണ് പെട്ടെന്നുണ്ടായ നടപടി ഉണ്ടാകുന്നത്. ആ കേസിലെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. എന്നാൽ DFO ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശവാസികളെ മർദ്ദിച്ചു. എന്തുകൊണ്ടാണ് DFO ഉൾപ്പെടെ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് ജനകീയ സമരസമിതിയുടെ ചോദ്യം. ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ അദ്ദേഹത്തെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാർ MLA രാജ ഉൾപ്പെടെയുള്ള ആളുകൾ DYSP ഓഫീസിലെത്തി ചർച്ച നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരസ്യ പ്രതിഷേധ പ്രകടനം അവിടെ നടന്നത്. ഈ വിഷയം കുറച്ച് ദിവസം കൂടി ഒരുപക്ഷെ തർക്കവിതർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലുണ്ട്. പഞ്ചായത്ത് ഭൂമി, അതായത് ഈ വാച്ച് ടവർ പൊളിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പഞ്ചായത്തും പ്രദേശവാസികളും. അങ്ങനെ എന്തെങ്കിലും നടപടി ഈ വനവകുപ്പിന്റെ ഭാഗത്തിൽ ഉണ്ടായാൽ അതിന് ശക്തമായി ചെറുക്കുമെന്നൊരു മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് MP വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. പോലീസ് നടപടിയിൽ നിന്ന് പിന്മാറണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വിജയകുമാർ. വിഷ്ണു, ഇതിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വനം വകുപ്പിനെതിരാണ് അല്ലേ? പഞ്ചായത്ത്, അതുപോലെ തന്നെ ഇപ്പോൾ MP, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വനം വകുപ്പിനെതിരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വനം വകുപ്പിനെതിരാണ് എന്ന് തോന്നുന്നു ആ മേഖലയിൽ അല്ലേ? സംയുക്ത സമരസമിതിയാണ് ഈ നീക്കത്തെ പ്രതിരോധിക്കുന്നത് ഇപ്പോഴല്ലേ? വിജയകുമാർ, സംയുക്ത സമരസമിതി അവിടുത്തെ പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ കൺവീനറായിട്ടുള്ള സമരസമിതിയാണ് ഈ വനവകുപ്പിന്റെ ഈ ജനവിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാങ്കുളത്ത് പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 3 വർഷം മുമ്പാണ് വാച്ച് ടവർ പണിതത്. ആ ഘട്ടത്തിൽ ഒരിടത്തും വനവകുപ്പ് ഒരു വിയോജിപ്പോ അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തയ്യാറായില്ല. 3 വർഷത്തിനിപ്പുറം പെട്ടെന്ന് വന്ന വനംഭൂമിയാണ്, അവിടെ നിന്ന് ഇറങ്ങി നൽകണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല. നിയമം അനുശാസിക്കുന്ന നടപടിയിലൂടെ വനവകുപ്പിന് പോകാം, അതിന് തങ്ങൾ അംഗീകരിക്കുന്നു. അതല്ലാതെ പെട്ടെന്ന്
പെട്ടെന്ന് ഇറക്കി വിടാനോ ഈ വാച്ച് ടവർ പൊളിക്കാനോ തങ്ങൾ അനുവദിക്കില്ല. അതിന് ഒറ്റക്കെട്ടായി മാങ്കുളത്തെ ജനത ഒന്നാകെ നിൽക്കും. അതോടൊപ്പം വനംവകുപ്പ് മറ്റ് വികസന വിഷയങ്ങളിലും ഇടപെട്ട് വികസനം തടസ്സപ്പെടുത്തുന്ന ഒരു ഗുരുതര ആരോപണം. സാധാരണഗതിയിൽ ഈ പ്രദേശങ്ങൾ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഉയരുന്ന വിഷയം തന്നെയാണ് മാങ്കുളത്ത് ഉള്ളത്. അതൊരു അല്പം ശക്തമായി മാറുന്ന കാഴ്ചയും അവിടെ ഉണ്ട്. പ്രതിഷേധം ശക്തമാക്കിയതായി സംയുക്ത പാർട്ടികൾ, എല്ലാ പാർട്ടികളും ഒന്നിച്ചാണ്, ജനങ്ങൾക്കൊപ്പമാണ് ഉള്ളത്. മറുവശത്ത് വനംവകുപ്പാണുള്ളത്. ആ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ, നാട്ടുകാരെ മർദ്ദിച്ച DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഒക്കെ സമരസമിതിയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സിറോ മലബാർ സഭ സിനഡിന് തുടക്കമായി. സിനഡിന്റെ ആദ്യ ദിനമായ ഇന്ന് പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ മുതലാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് സിനഡ് കടക്കുക. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, സിറോ മലബാർ സഭയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സിനഡിനാണ് തുടക്കമായിരിക്കുന്നത്. എന്തൊക്കെയാണ് ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം? ഈ കുർബാന തർക്കമടക്കം അതിന്റെ പരിഗണനയിലേക്ക് വീണ്ടും വന്നേക്കുമോ? വിജയകുമാർ, കുർബാന തർക്കം അടക്കമുള്ള കാര്യങ്ങൾ ഈ സിനഡിൽ ചർച്ച ചെയ്യുകയില്ല. ഈ സിനഡിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ്. ഇന്നിപ്പോൾ സിനഡിന്റെ ആദ്യ ദിനമായി ഇന്ന് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നാളെയാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. നിലവിൽ 55 മെത്രാന്മാർക്കാണ് വോട്ടവകാശമുള്ളത്. ഇതിൽ 53 പേർ വോട്ടെടുപ്പിൽ പങ്കെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാകും അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുക. ആദ്യ റൗണ്ടുകളിൽ ഈ 3/2 ഭൂരിപക്ഷം എത്തിയില്ലെങ്കിൽ 5 റൗണ്ട് വരെ വോട്ടെടുപ്പ് പോയേക്കാം. അതിനുശേഷവും തീരുമാനം എത്തുന്നെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന ആളെ അധ്യക്ഷ പദവിയിലേക്ക് എത്തും. ഇതിന് വത്തിക്കാൻ അംഗീകാരം നൽകുന്നതോടുകൂടിയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഏതായാലും വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നാളെയാണ് സിനഡ് കടക്കുക. വിജയകുമാർ. സിനഡിന്റെ ആദ്യ ദിനമായ ഇന്ന് പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ മുതലാണ് വോട്ടെടുപ്പ് അടക്കമുള്ള അതിന്റെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സിനഡ് കടക്കുക. ഈ കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സിനഡിന്റെ പരിഗണനയിൽ വരില്ല എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.